ഹലോ ഡിയേഴ്സ്, അപ്പം നീറ്റ് എക്സാം കഴിഞ്ഞു. സ്റ്റുഡൻസിൻ്റെ റിയാക്ഷനിൽ നിന്നും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം വളരെ ഈസി ടു മോഡറേറ്റ് ലെവലിൽ നിൽക്കുന്ന ഒരു പേപ്പർ തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ 2025 കമ്പയർ ചെയ്യുമ്പോൾ വളരെ ടഫായിരുന്നു 2025. അത് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഈസിയാണ് 2024 2026 എന്ന് പറഞ്ഞാൽ 2024 പോലെയാണ് ഏകദേശം. 2024 ഇതുപോലെ വളരെ ഈസി ആയിരുന്നു. അപ്പോൾ 2024 ആ ഒരു സമയത്തെ കട്ട് ഓഫ് വന്നത് അറൗണ്ട് 675 കേരള കട്ട് ഓഫ് വന്നത്. അതുപോലെ തന്നെ ഓൾ ഇന്ത്യ ആണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് കുറച്ചുകൂടി 650 55 ആ ഒരു റേഞ്ചിലോട്ടും എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ഇത്തവണയും ആ ഒരു രീതിയിലാണ് കട്ട് ഓഫ് വരിക എന്നാണ് ഞാൻ അതിനകത്ത് എൻ്റെ ഒരു പ്രഡിക്ഷനാണ്. അപ്പോൾ അതിനകത്ത് ചെറിയ വേരിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരാം. എന്നിരുന്നാലും എനിക്ക് എൻ്റെ മനസ്സിപ്പം പറയുന്നത് കേരള കട്ട് ഓഫ് അതിനകത്ത് 670-75 റേഞ്ചിലോട്ട്, ചിലപ്പോൾ 80 ഒക്കെ പോകാം. അഞ്ചോളം ഡിഫറൻസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം. അപ്പോൾ 670 മുതൽ 80 വരെ ആകാനാണ് സാധ്യത. ഓൾ ഇന്ത്യ കട്ട് ഓഫ് ആണെങ്കിൽ ഒരു 650 മുതൽ 660 ആ ഒരു റേഞ്ചിൽ ആകാനാണ് സാധ്യത, എൻ്റെ പ്രഡിക്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്ന കാര്യങ്ങൾ നിങ്ങൾ അതിനകത്ത് കമൻറ്റ് ചെയ്യുക. പിന്നെ നീറ്റ് എക്സാം എന്ന് പറയുന്നത് ഒന്നിൻ്റെയും അവസാനമല്ല. ലൈഫിൽ ഒരുപാട് ചോയ്സുകളുണ്ട്. നിങ്ങൾക്ക് നീറ്റ് അതിനകത്ത് നീറ്റ് മാത്രമല്ല, ലൈഫിൽ ഒരുപാട് അവസരങ്ങളുണ്ട്. അപ്പോൾ നീറ്റ് അതിനകത്ത് എഴുതാതെ തന്നെ ഒത്തിരി മറ്റ് മേഖലകളിലോട്ട് കടന്നു പോകുന്ന ആളുകളുണ്ട്. അപ്പം നിങ്ങൾ അതൊക്കെ നീറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ദ എൻഡ് ഓഫ് ദ ലൈഫ്. നിങ്ങൾ ഇതന്നെ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് പോകാം. അതില്ലെങ്കിൽ മറ്റു ഓപ്ഷനുകളോട്ട് പോകാം. അതൊക്കെ ഉണ്ട്. ലൈഫ് ഒരുപാട് സാധ്യതകളില്ലേ. ഒരു നീറ്റ് എന്ന് വിചാരിച്ചിട്ട് അതിൽ തന്നെ കടിച്ചു തൂങ്ങി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ മനസ്സെന്ത് പറയുന്നു അതിനനുസരിച്ച് നിങ്ങൾ മൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് റിലാക്സ് ചെയ്ത് ഉറങ്ങുക, എൻജോയ് ചെയ്യുക. പിന്നെ കുറച്ച് എന്താ പറയുക, മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യുമ്പോൾ ഫർദർ തീരുമാനങ്ങളൊക്കെ എടുക്കുക. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യൂ. ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.